ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു സ്പെഷ്യൽ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതിലൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ പൈനാപ്പിൾ. അപ്പോൾ പൈനാപ്പിൾ തൊലിയെല്ലാം കളഞ്ഞ് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് നമ്മുടെ കടുകപ്പുളി, വള്ളി നാരകം ഒക്കെ പറയില്ലേ, ആ നാരങ്ങയാണ് വേണ്ടത്. അതും തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ ആ സ്കിന്നൊക്കെ കളഞ്ഞ് അതും നന്നായി ചെറുതാക്കി അരിഞ്ഞ് മാറ്റി വയ്ക്കാം. രണ്ടും ഓരോ ഷേപ്പിലാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ, നാരങ്ങയും പിന്നെ നമ്മുടെ പൈനാപ്പിളും. പിന്നെ നമുക്ക് കാന്താരി മുളകാണ് വേണ്ടത്, അത് കൊത്തിയരിഞ്ഞ് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്കൊരു പീസ് ഇഞ്ചിയാണ് വേണ്ടത്, അതും ചെറുതായി കൊത്തിയരിഞ്ഞ് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് കറിവേപ്പില വേണം, കറിവേപ്പിലയും നമ്മൾ ചെറുതായി അരിഞ്ഞ് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്കൊരു ബൗളാണ് വേണ്ടത്. ഈ ബൗളിൽ നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ അച്ചാർ നമ്മൾ കുക്കിംഗ് ഇല്ല കേട്ടോ, മിക്സിങ് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കൂടി ഒരു വലിയ ബൗളിലിട്ട് കൊടുത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടി. പിന്നെ നമ്മളിതിൽ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. കുക്ക് ചെയ്യാത്തത് കൊണ്ട് ഈ അച്ചാർ അധികം ഉണ്ടാക്കി വെക്കണ്ട കേട്ടോ, നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതി. ഇനി നമ്മൾ അടുത്തത് ആഡ് ചെയ്യാൻ പോണത് നമ്മൾ അരിഞ്ഞു വെച്ച നാരങ്ങ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ പൈനാപ്പിളും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതെല്ലാം കൂടി ഇനി നന്നായി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉപ്പും പുളിയും എല്ലാം കൂടി നോക്കണം കേട്ടോ ഈ ടൈമിൽ. പുളിക്ക് നമ്മൾ പിന്നെ വേറെ വിനാഗിരി യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൈ വെച്ച് തന്നെ എല്ലാവരുടെയും നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മണത്തിന് വേണ്ടിയിട്ട് കായം പൊടിയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ആവശ്യത്തിനുള്ള കായം പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ എൽജിയുടെ പൗഡേർഡ് കായം പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് പൊടിക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഉലുവ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരിയാണ് യൂസ് ചെയ്യുന്നത്. ആ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ അച്ചാർ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ.